അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ മക്കൾ വാശി കാണിക്കുന്നതും അനുസരണക്കേട് കാണിക്കുന്നതും കുറുമ്പ് കാണിക്കുന്നതും അമിതമായ മോശപ്പെട്ട സ്വഭാവമായാലും ചീത്തവിളിയായാലും ഇതൊക്കെ ആവുന്നത് നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് പലതും കേൾക്കേണ്ടി വരും. അത്തരം സ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മഹാന്മാർ പറയുന്ന ചെറിയൊരു മാർഗമുണ്ട്. അപ്പം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ മുതക്കബ്ബിർ യാ അല്ലാ, അതുപോലെ തന്നെ യാ ലത്തീഫ് യാ അല്ലാ, ഈ രണ്ട് ഇസ്മുകളും നമുക്ക് സുപരിചിതമുള്ള ഇസ്മുകളാണ്. അപ്പോൾ ഈ ഇസ്മ് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മളെ മക്കളെ കൊണ്ടും നമുക്ക് ചൊല്ലാൻ പറ്റി, ആ മക്കൾ ചൊല്ലാൻ പറ്റുന്ന മക്കളാണെങ്കിൽ മക്കളെയും കൂടി ഇരുത്തി ചൊല്ലിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഈ രണ്ട് ഇസ്മുകളും ചൊല്ലേണ്ട എണ്ണം എത്രയാണെന്ന് നോക്കാം. യാ മുതക്കബ്ബിർ യാ അല്ലാ എന്നതിൻ്റെ അർത്ഥം വരുന്നത് അഹങ്കാരം ഉടയവനെ എന്നാണ്. യാ ലത്തീഫ് യാ അല്ലാ എന്നതിൻ്റെ അർത്ഥം ദയാലുവായവനെ എന്നാണ്. അപ്പം ഈ രണ്ട് ഇസ്മുകളും ചൊല്ലേണ്ട കണക്ക് എത്രയാണെന്ന് നോക്കാം. യാ മുതക്കബ്ബിർ യാ അല്ലാ എന്നത് 662 പ്രാവശ്യവും അതുപോലെ യാ ലത്തീഫ് യാ അല്ലാ എന്നത് 129 തവണയുമാണ് ചൊല്ലേണ്ടത്. ഈ ഒരു കാര്യം ചൊല്ലിയതിന് ശേഷം, ഈ എണ്ണത്തിൽ നമ്മൾ പൂർത്തീകരിച്ചതിന് ശേഷം ആ കുട്ടി എന്താണോ കുടിക്കാറുള്ളത്, വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ജ്യൂസ്, ചായ, എന്തുമാവട്ടെ, അത് നമ്മൾ മന്ത്രിക്കുക. മന്ത്രിച്ചതിന് ശേഷം നല്ല നിയത്തോടു കൂടി അത് ആ കുഞ്ഞിക്ക് കുടിക്കാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് ദിവസം ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ കുട്ടികളിൽ നല്ല മാറ്റം കാണപ്പെടും. അതുപോലെ തന്നെ ഈ രണ്ട് ഇസ്മുകളും ചെറിയ ഇസ്മുകളാണ്. നമ്മൾ പതിവാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് മക്കളെ നല്ല സ്വാലിഹത്തായി വളരാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്ന രണ്ട് ഇസ്മുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് മക്കളും ചൊല്ലാൻ പറ്റുവാണെങ്കിൽ, മക്കളെ കൊണ്ടും ചൊല്ലിപ്പിക്കാൻ കഴിയുമെങ്കിൽ മക്കളെ കൊണ്ടും ചൊല്ലിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, നമ്മുടെ മക്കളെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുന്നത് നമുക്ക് കേട്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾ നല്ല സ്വാലിഹത്തായി വളരാൻ വേണ്ടിയാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഇസ്മുകൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ മക്കളെ നല്ല സ്വാലിഹത്തായ രീതിയിൽ വളർത്തിയെടുക്കാം. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.